രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ മുംബൈയിലെ ട്രാൻസ് ഹാർബർ ലിങ്ക് പൊതുജനങ്ങൾക്കായി തുറന്നിട്ടപ്പോൾ സാധാരണ ജനങ്ങൾ കാഴ്ചക്കാരായി ചുരുങ്ങി. പ്രതിദിന യാത്രക്കാർക്ക് മാസം 12,500 രൂപയാണ് ടോളിന് മാത്രമായി ചെലവിടേണ്ടി വരിക. മോദിയുടെ ഉറപ്പ് സമ്പന്നർക്ക് മാത്രം മതിയോ എന്ന ചോദ്യമാണ് തൊഴിലാളികളുടെ നഗരത്തിൽ നിന്ന് ഉയരുന്നത്. एक गारंटी है जैसे देश में मोदी गारंटी चलती है, ये तब मोदी की गारंटी थी. ഈ ഉറപ്പ് സമ്പന്നർക്ക് മാത്രം മതിയോ എന്ന ചോദ്യമാണ് തൊഴിലാളികളുടെ നഗരമായ മുംബൈയിൽ നിന്നിപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ ട്രാൻസ് ഹാർബർ ലിങ്കിലൂടെ യാത്ര ചെയ്യാൻ കാറുകൾക്ക് 250 രൂപ ടോൾ നിശ്ചയിച്ചതോടെ സമ്പന്നരുടെ പാതയായി അദൽ സേതു ചുരുങ്ങി. പ്രതീക്ഷയോടെ കാത്തിരുന്ന സാധാരണക്കാരെല്ലാം നിരാശരായി. ഞങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു അത്. കാരണം എന്താണെന്നാൽ മുംബൈയുടെ ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കും, അങ്ങനെയായിരുന്നു അതിന്റെ പ്രതീക്ഷ. പ്രതിദിന യാത്രക്കാർക്ക് മാസം 12,500 രൂപയാണ് ടോളിന് മാത്രമായി ചിലവിടേണ്ടി വരിക. 90 മിനിറ്റ് യാത്രയെ 20 മിനിറ്റായി ചുരുക്കുമ്പോഴും നാടിന്റെ വികസനം സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്നില്ല. ब्रिज का लोगों ने ज़्यादा से ज़्यादा अगर उपयोग करना है तो अगर टोल रेट कम रखेंगे तो लोग ज़्यादा से ज़्यादा इस्तेमाल करेंगे. इससे ट्रैफिक कम होगा, लोगों का ईंधन का पैसा बचेगा और पोल्यूशन कंट्रोल भी हो सकता है. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ടോൾ നിരക്കുകളിൽ ഒന്നാണിതെന്നാണ് ഡോക്ടർ യുവരാജ് പറയുന്നത്. जो हमारा मुंबई पुणे एक्सप्रेस हाईवे है तो वो 100 किलोमीटर्स को 350 रुपीज़ है और ये हमारा नया ब्रिज जो बना है उसको अराउंड 20 to 22 किलोमीटर्स का जो ब्रिज है उसके लिए 250 रुपीज़ चार्ज है. നവി മുംബൈയിലും ഓഫീസുകളുള്ള അഡ്വക്കേറ്റ് കെ പി ശ്രീജിത്ത് ട്രാൻസ് ഹാർബർ ലിങ്കിനെ പ്രകീർത്തിക്കുമ്പോഴും ടോൾ നിരക്ക് കുറച്ച് വികസനം ജനോപകാരപ്രദമാക്കണമെന്ന അഭിപ്രായമാണ് പങ്കുവച്ചത്. മുംബൈയിലെ ഇൻഫ്രാസ്ട്രക്ചറിന് വളരെ വലിയൊരു ബൂസ്റ്റ് തരുന്നതായിരിക്കും ഈ പ്രൊജക്ട്. മറ്റൊരു കാര്യം, അതിലുള്ള ടോള് 2 വേയിലേക്ക് 500 റുപ്പീസ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഡെയിലി കമ്മ്യൂട്ടേഴ്സിന് ഇത് ഒരുപാട് ട്രാവൽ ടൈം റെഡ്യൂസ് ചെയ്യുമെങ്കിൽ പോലും വയബിളായ ടോള് ഫിക്സ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ആളുകൾ എത്രമാത്രം യൂസ് ചെയ്യും എന്നുള്ള ഒരു പ്രാക്ടിക്കൽ കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ദക്ഷിണ മുംബൈയെ നവി മുംബൈ വിമാനത്താവളം, ജയൻപെട്ടി തുറമുഖം എന്നിവയുമായി കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഈ കടൽപ്പാലം. ഗോവയിലേക്കും പൂനെയിലേക്കുമുള്ള യാത്രാസമയവും കുറയ്ക്കും. 1962 ഉദിച്ച ആശയം പല കാരണങ്ങളാൽ ചുവപ്പ് നടയിൽ കുരുങ്ങിയെങ്കിലും 2017 പദ്ധതി പൊടിതട്ടിയെടുക്കുകയും 2018 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുമായിരുന്നു. 18,000 കോടിയോളം മുടക്കുമുതലുള്ള പദ്ധതി തുകയുടെ 85% ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയാണ് നൽകിയത്. വികസന കുതിപ്പിൽ നിൽക്കുന്ന നവി മുംബൈയിൽ നിന്ന് മനോജ് കാക്കാശ്ശേരിയോടൊപ്പം പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.